ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ISKC ഇംഗ്ലീഷ്. നോക്കൂ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഡ്വർബാണ്. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 2-3-4 ക്ലാസ്സായിട്ട് നമ്മൾ ആഡ്വർബാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് പൊസിഷൻസ് ആയിരുന്നു, ആഡ്വേർബ്സിൻ്റെ പൊസിഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്നുള്ളതാണ്. ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്താ ഈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിയെ കാണിക്കുന്ന ആഡ്വർബുകൾ. അപ്പോൾ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയേണ്ടതായിരിക്കും, ഇപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്ത് കാര്യമായിക്കോട്ടെ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുന്നതിനൊരു ക്രമം ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് ഇന്നും ചെയ്യും, നാളെയും ചെയ്യും, എല്ലാ ദിവസവും. ചിലപ്പോൾ ഒന്നിടവിട്ടായിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ എന്തായിരിക്കാം, ആഴ്ചയിൽ ഒരിക്കൽ, അതായത് വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് ആയിരിക്കും. അപ്പം ഇത്തരത്തിൽ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്ത് പിന്നെ അത് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ ആ കാര്യം ചെയ്യുന്നത്, ഇതാണ് ഫ്രീക്വൻസി കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയെ സൂചിപ്പിക്കുന്ന ആഡ്വേർബ്സ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് നേരെ പോവാം. അപ്പോൾ നമുക്ക് നോക്കൂ, ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി സച്ച് ആസ് എവർ, നെവർ, ഹാർഡ്ലി, റയർലി, സെൽഡം, ഓൾവേസ്, ഫ്രീക്വൻ്റ്ലി, ഒക്കേഷണലി, യൂഷ്വലി, ഓഫൺ, വൺസ്, എക്സെട്ര. അപ്പോൾ ഫ്രീക്വൻസിയെ കാണിക്കുന്ന ആഡ്വേർബ്സ് ഒരുപാട് എണ്ണമുണ്ട് അല്ലേ. അതായത് ഞാൻ ജസ്റ്റ് ഒന്നുകൂടി വായിക്കാം ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവർ ഉണ്ട്, നെവർ ഉണ്ട്, ഹാർഡ്ലി ഉണ്ട്, റയർലി ഉണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കാം, നെവർ, ഹാർഡ്ലി, റയർലി, സെൽഡം, ഇതൊക്കെ എന്താണ്, സെമി നെഗറ്റീവ്സ് ആണ് കേട്ടോ. അതായത് നെവർ നെഗറ്റീവ് ആണ്, ഹാർഡ്ലി, റയർലി, സെൽഡം സെമി നെഗറ്റീവ്സ് ആണ് കേട്ടോ. ഓൾവേസ്, ഫ്രീക്വൻ്റ്ലി, ഒക്കേഷണലി, യൂഷ്വലി, ഓഫൺ, വൺസ്, ഇതൊക്കെ എന്താണ്, ഫ്രീക്വൻസിയെ കാണിക്കുന്ന ആഡ്വർബുകളാണ്. ഈ ആഡ്വർബുകളെല്ലാം പ്ലേസ്ഡ് ആഫ്റ്റർ ദ ബി ഫോം ഓഫ് ദി വെർബ്. അതായത് ഇവ ഉപയോഗിക്കേണ്ടത് സെൻറ്റൻസിലെ ബി ഫോമിന് ശേഷമാണ്. ആഫ്റ്റർ ദി ബി ഫോം ഓഫ് ദി വെർബ്, ബി ഫോം ഓഫ് ദി വെർബ് കേട്ടോ. അതായത് വെർബിൻ്റെ ബി ഫോമിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ഇതെല്ലാം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ബി ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ട സംഭവമാണ് ഇത് ബി ഫോം. അതായത് ഈസ്, ആറ്, ആം, വാസ്, വേറ്, ഇതൊക്കെയാണ് എന്ത് ബി ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കൂ, എക്സാമ്പിൾ, ഷീ ഈസ് യൂഷ്വലി ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് ബ്രൈറ്റ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് യൂഷ്വലി എന്നുള്ളതാണ്. ഏതാണ് ഇവിടെ വന്നിട്ടുള്ളത്, യൂഷ്വലി. അപ്പോൾ ഇവിടെ ബി ഫോം വന്നത് ഈസ് എന്നുള്ളതാണ്. അപ്പോൾ ഷീ ഈസ് യൂഷ്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിവായിട്ട്, യൂഷ്വലി ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് ബ്രൈറ്റ്. അപ്പോൾ ഇവിടെ ഈസ് എന്ന് പറയുന്ന ബി ഫോമിന് ശേഷമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, യൂഷ്വലി വന്നിട്ടുള്ളത്. നോക്കൂ അടുത്തത്, ഷീ ഈസ് നെവർ ലേറ്റ്. ഇവിടെ നെവർ എന്നുള്ളത് ഈസിന് ശേഷം. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്, അതായത് വെർബിൻ്റെ ബി ഫോമിന് ശേഷം നമ്മൾ ഉപയോഗിക്കണം കേട്ടോ. ആഫ്റ്റർ ദി ബി ഫോം ഓഫ് ദി വെർബ് ആഫ്റ്റർ ദി ബി ഫോം ഓഫ് ദി വെർബ്, അതിന് എക്സാമ്പിളാണ് ഈ 2 പറഞ്ഞത്. ഇനി ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, the above mentioned adverbs are usually placed after the auxiliary plus subject in interrogative sentences. അതായത് ഇനി എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസുകളാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ബി ഫോമിന് ശേഷം എന്നല്ലേ പറഞ്ഞത്. അതായത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, എന്താ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഇത്തരത്തിലുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓക്സിലറിക്കും സബ്ജക്റ്റിനും ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, ബി ഫോം വരേണ്ടതെന്ന് പറഞ്ഞത്. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പാറ്റേൺ
ആദ്യം ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ്. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർ യു എ സ്റ്റുഡൻറ്റ്, ആർ യു എന്നുള്ളതാണ് സബ്ജക്റ്റ് കേട്ടോ. അപ്പോൾ ആർ ഓക്സിലറി വെർബ് ആർ യു, അപ്പോൾ ഈ യു എന്നുള്ളത് അതാണ് ഓക്സിലറി പ്ലസ് സബ്ജക്റ്റിന് ശേഷം കേട്ടോ. എക്സാമ്പിൾ പറഞ്ഞുതരാം. ഹാസ് ഷീ ഓഫൺ ബീൻ ഓവർ ടയേർഡ്. ഇവിടെ ഓഫൺ എന്നുള്ളതാ. ഇവിടെ വന്നിരിക്കുന്ന ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ് ഏതാ? ഹാസ് ഷീ. ചോദ്യം ആയതുകൊണ്ടാണ് അത് ഇവിടെയാണ് ഇങ്ങനെ വരുന്നത്. മീനിങ് എന്താ വരുന്നത്? ഹാസ് ഷീ ഓഫൺ ബീൻ ഓവർ ടയേർഡ്. അവള് എല്ലായ്പ്പോഴും ഓവർ ടയേർഡ് ആവാറുണ്ടോ? ഹാസ് ഷീ എന്നുള്ളതിൽ ഹാസ് ഓക്സിലറി, ഷീ എന്നുള്ളത് സബ്ജക്റ്റ്. അപ്പോൾ ഓക്സിലറി പ്ലസ് സബ്ജക്റ്റിന് ശേഷം ഓഫൺ. ഇനി ഒരു എക്സെപ്ഷൻ, ഇതിലൊരു മാറ്റം കേട്ടോ. These adverbs are usually placed before used to and have to. നമ്മൾ സാധാരണ പറഞ്ഞത് ഓക്സിലറീസിന് ശേഷം എന്നല്ലേ പറഞ്ഞത്. ഇതൊന്ന് നേരെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ സാധാരണ ഇവ ഉപയോഗിക്കേണ്ടത്, ഫ്രീക്വൻസിയെ കാണിക്കുന്ന ആഡ്വേർബ്സ് യൂസ് ചെയ്യേണ്ടത് ആഫ്റ്റർ ബി ഫോം ഓർ ആഫ്റ്റർ ഓക്സിലറി എന്ന ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ, ഇൻട്രോഗേറ്റീവ് ആകുമ്പോൾ ആഫ്റ്റർ ഓക്സിലറി പ്ലസ് സബ്ജക്റ്റ്. എന്നാൽ ഓക്സിലറിക്ക് മുന്നേ ഉപയോഗിക്കണം. രണ്ട് ഓക്സിലറി വരുമ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊക്കെയാണ് രണ്ട് ഓക്സിലറി? അതായത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ്ഡ് ടു, അതുപോലെ തന്നെ ഹാവ് ടു. കണ്ടോ, ഷീ ഓഫൺ യൂസ്ഡ് ടു, ഒരിക്കലും ഷീ യൂസ്ഡ് ടു ഓഫൺ എന്നല്ല. സാധാരണ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, മീൻസ് മറ്റു ഓക്സിലറീസിൻ്റെ കേസിൽ. എന്നാൽ യൂസ്ഡ് ടു എന്നുള്ളതിന് മുൻപിൽ ഉപയോഗിക്കണം. ഷീ ഓഫൺ യൂസ്ഡ് ടു വാച്ച് മൂവീസ് വിത്ത് ദം. അതുപോലെ തന്നെ ഹാവ് ടു, ദേ ഓഫൺ ഹാവ് ടു കുക്ക് ഫുഡ് ഫോർ ദംസെൽസ്. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, യൂസ്ഡ് ടു അതുപോലെ തന്നെ ഹാവ് ടു. ഇവയ്ക്ക് മുൻപിലാണ് എന്ത് ചെയ്യേണ്ടത്? ഫ്രീക്വൻസി ആഡ്വേർബ് ഉപയോഗിക്കേണ്ടത്. ഇനി if there is no auxiliary verb, frequency adverbs are usually placed before the main verb. ഇനി ഓക്സിലറി വെർബ് ഇല്ലാന്ന് വെക്കുക. ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ ആഫ്റ്റർ ദ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് ഇല്ലെങ്കിൽ മെയിൻ വെർബിന് മുൻപിൽ കേട്ടോ. ബിഫോർ ദ മെയിൻ വെർബാണ്. ആഫ്റ്റർ ദി ഓക്സിലറി വെർബ്, ബിഫോർ ദ മെയിൻ വെർബ് കേട്ടോ. നോക്കൂ, ഷീ ഒക്കേഷണലി വിസിറ്റ്സ്. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബ് വിസിറ്റ് ആണ് കേട്ടോ. സിംഗുലർ ആയതുകൊണ്ട് വിസിറ്റ്സ് അതിൻ്റെ മുൻപിൽ വന്നു. ഷീ ഒക്കേഷണലി വിസിറ്റ്സ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. അടുത്തത് ഷീ ഓഫൺ ഹെൽപ്സ്. ഇവിടുത്തെ വെർബ് ഹെൽപ്പാണ്, സിംഗുലർ ഹെൽപ്സ്. ഇവിടെ ഓഫൺ എന്നുള്ളത് ഫ്രീക്വൻസി, എല്ലായ്പ്പോഴും പലപ്പോഴും. ഷീ ഓഫൺ മിക്കവാറും ഹെൽപ്സ് ഹെർ ഫ്രണ്ട്, അവൾ അവളുടെ ഫ്രണ്ടിനെ സഹായിക്കുന്നു. ഓഫൺ മിക്കവാറും എല്ലാ സമയത്തും. ഇനി ഇഫ് ദ ആഡ്വേർബ്സ് സച്ച് ആസ് ഹാർഡ്ലി, എവർ, റയർലി. ഹാർഡ്ലി, എവർ, റയർലി പോലുള്ള ആഡ്വേർബ്സ് occur at the beginning of the sentence, അതായത് സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ വരും. ഹാർഡ്ലി വെച്ചിട്ട്, എവർ വെച്ചിട്ട്, റയർലി വെച്ചൊക്കെ സെൻറ്റൻസ് തുടങ്ങും, തുടക്കത്തിൽ തന്നെ വരും. ദ മെയിൻ വെർബ് മസ്റ്റ് ബി ഇൻവേർട്ടഡ്. അങ്ങനെ വരുമ്പോൾ മെയിൻ വെർബിനെ ഇൻവേർട്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ വെർബിൻ്റെ സ്ഥാനം മാറും. സാധാരണ സെൻറ്റൻസിൽ ബേസിക് സ്ട്രക്ചർ വെച്ച് സബ്ജക്റ്റ് കഴിഞ്ഞിട്ടല്ലേ, ഈ പാറ്റേണിൽ മാറ്റം വരും കേട്ടോ. ഇൻവേർട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ ഉപയോഗിക്കുന്നതിൻ്റെ വിരുദ്ധമായിട്ട് ഉപയോഗിക്കും കേട്ടോ. അതാണ് ഇൻവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എക്സാമ്പിൾ നോക്കൂ, അതായത് ഹാർഡ്ലി, എവർ, റയർലി ഒക്കെ ബിഗിനിങ് ഓഫ് ദി സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ കേട്ടോ. അപ്പോൾ ഹാർഡ്ലി, എവർ, റയർലി എക്സെട്ര പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമ്പിൾ സ്കെയേഴ്സ്ലി ആണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഹാർഡ്ലി, എവറും, റയർലി ആണെങ്കിലും എക്സാമ്പിളിൽ
സ്കെയേഴ്സ്ലി ആണ് വന്നിട്ടുള്ളത്. ഹാർഡ്ലി പോലെ തന്നെ ഉപയോഗിക്കുന്ന സെമി നെഗറ്റീവ് ആണ് ഇത് സ്കെയേഴ്സ്ലി. അതാണ് തുടക്കത്തിൽ വന്നത് കണ്ടോ. അപ്പോൾ നോക്കി നോക്കുക നിങ്ങൾ, സ്കെയേഴ്സ്ലി എവർ ഡിഡ് ഷീ, സ്കെയേഴ്സ്ലി എവർ ഡിഡ് ഷീ. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ സ്കെയേഴ്സ്ലി വന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇൻവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും വരേണ്ടത് ഷീ ഡിഡ് ട്രൈ എന്ന, ഷീ ഡിഡ് ട്രൈ, അതായത് ഷീ ട്രൈഡ് എന്ന, ഷീ ഡിഡ്. അപ്പോൾ ഇവിടെ ശരിക്കും ഡിഡ് എന്നുള്ളത് ഷീ എന്നുള്ളതിന് മുൻപ് വരണം. അപ്പോൾ അതെന്ത് ചെയ്തു, ഷീ എന്ന് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മുൻപിലേക്ക് വന്നു. ശരിക്കും സബ്ജക്റ്റിന് ശേഷം വെർബ് വരേണ്ടത് സബ്ജക്റ്റിന് മുൻപിലേക്ക് വന്നു. അതാണ് നിർബന്ധമായിട്ടും ഇൻവേർട്ടഡ് ആക്കണം എന്ന് പറഞ്ഞത്. സ്കെയേഴ്സ്ലി എവർ ഡിഡ് ഷീ ട്രൈ ടു പ്ലീസ് ഹിം. ഇത് നെഗറ്റീവായിട്ട് അർത്ഥം പറയണം. അവൾ ഒരിക്കലും അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറില്ല. നോക്കുക, അതുപോലെ തന്നെ സെൽഡം ഹാവ് ഐ ഹിയേർഡ്. ഇത് ശരിക്ക് സെൻറ്റൻസ് സ്ട്രക്ചർ ശരിക്കും ഇങ്ങനെയാണ് വരേണ്ടത്. എങ്ങനെയാണ് വരേണ്ടത്, ഐ ഹാവ് ഹിയേർഡ് എന്നാണ്. ഇവിടെ സെൽഡം എന്നുള്ളത് സെൻറ്റൻസിൻ്റെ ബിഗിനിങ്ങിലേക്ക് വന്നപ്പോൾ ആ സെൻറ്റൻസ് എന്ത് ചെയ്തു, വെർബ് ഇൻവേർട്ടഡ് ആയി. ശരിക്കും ഐ ഹാവ് ആണ്, ഐ ഹാവ് ഹിയേർഡ്, ഐ ഹാവ്. ഇതിപ്പോൾ എങ്ങനെ വന്നത്, സെൽഡം ഐ ഹാവ് ഹിയേർഡ് സച്ച് എ ഫൂളിഷ് ഒപ്പീനിയൻ. ഇത്തരം ഒരു വിഡിത്തമായ തീരുമാനം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, ഒരിക്കലും ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. സെൽഡം നെഗറ്റീവ് ആണ് കേട്ടോ. ഇനി നോക്കൂ, താഴെ പറയുന്ന നോട്ട് എന്താ, adverbs such as hardly, no sooner, never. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാണ്, ഹാർഡ്ലി അതുപോലെ തന്നെ നെവർ, നോ സൂണർ പോലുള്ള ഹാഡ്വെർബുകൾ ആർ പ്ലേസ്ഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ സെൻറ്റൻസ്. എന്ത് ചെയ്യാറുണ്ട്, സെൻറ്റൻസിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ കൊടുക്കാറുണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ കൊടുത്തത് നമ്മൾ കണ്ടു. എന്തിനു വേണ്ടിയിട്ടാണ്, ടു ഗിവ് എംഫേസിസ്. ആ സെൻറ്റൻസിൽ പറയുന്നത് എന്താണോ ആ കാര്യത്തിന് ഒരു ഊന്നൽ കൊടുക്കുക, ഊന്നി പറയാൻ വേണ്ടിയിട്ട്, പറയുന്ന കാര്യത്തെ ഊന്നി പറയാൻ വേണ്ടിയിട്ട് ഹാർഡ്ലി, നോ സൂണർ, നെവർ ഒക്കെ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ എക്സാമ്പിൾ നോക്കൂ, ഹാർഡ്ലി കേട്ടോ, ഹാർഡ്ലി, ഹാർഡ്ലി ഹാഡ് ഷീ കണ്ടോ, ഇവിടെയും ഇൻവേർട്ടഡ് ആണ്. ശരിക്കും വരേണ്ടത് ഷീ ഹാഡ് റീച്ച്ഡ് എന്നാണ്, ഷീ ഹാഡ് റീച്ച്ഡ് ദ എയർപോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാർഡ്ലി തുടക്കത്തിൽ വന്നുകൊണ്ടാണ് വെർബ് ഇൻവേർട്ടഡ് ആയത് കേട്ടോ. ഹാർഡ്ലി ഹാഡ്, ഹാർഡ്ലി ഹാഡ് ഷീ റീച്ച്ഡ് ദ എയർപോർട്ട്. വെൻ ഷീ, വെൻ ദ ഫ്ലൈറ്റ് ടുക്ക് ഓഫ്, അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവൾ എയർപോർട്ടിൽ എത്തിയിരുന്നില്ല. അങ്ങനെ പറയാനുള്ള കാരണം ഹാർഡ്ലി നെഗറ്റീവാണ്, ഹാർഡ്ലി നെഗറ്റീവാണ് കേട്ടോ. അതുകൊണ്ടാണ് എത്തിയില്ല എന്ന് പറയുന്നത്. അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ, അതായത് ഇതിനർത്ഥം സെൻറ്റൻസ് ഇങ്ങനെയാണ് വരിക, ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത ശേഷമാണ് അവൾ എത്തിയത്. ഇനി നോക്കൂ അടുത്ത സെൻറ്റൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഫ്ലൈറ്റിൽ കയറാൻ കഴിഞ്ഞില്ല കേട്ടോ. നോക്കൂ അടുത്തത് നോ സൂണർ ഡിഡ് ആണ്. നോ സൂണർ പിന്നെ നെഗറ്റീവ് ഒന്നുമല്ല, ഉടനെ, ഇമ്മീഡിയറ്റ്ലി എന്ന മീനിങ് ആണ് നോ സൂണറിന് വരിക കേട്ടോ. ഉടനെ, ഇമ്മീഡിയറ്റ്ലി. നോ സൂണർ ഡിഡ് ഷീ റീച്ച് ദ എയർപോർട്ട് ദെൻ ദ ഫ്ലൈറ്റ് ടേക്ക് ഓഫ്. അതായത് അവള് എയർപോർട്ടിൽ എത്തിയ ഉടനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു കേട്ടോ. നോ സൂണർ ഡിഡ് ഷീ റീച്ച് ദ എയർപോർട്ട്, അതായത് അവള് എയർപോർട്ടിൽ എത്തലും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യലും രണ്ടും ഒരുമിച്ചായിരുന്നു. നെവർ ബിഫോർ ഹാസ് ഹി ബിഹേവ്ഡ് സോ അറോഗൻ്റ്ലി. ഇത്രയും അറോഗൻ്റ് ആയിട്ട് മുൻപൊരിക്കലും അവൻ പെരുമാറിയിട്ടില്ല. നെവർ ബിഫോർ ആസ് ഹി ബിഹേവ്ഡ്, ആസ് ഹി ശരിക്കും വേണ്ടത് എങ്ങനെയാണ് വേണ്ടത്, ഹി ഹാസ് ബിഫോർ, ഹി ഹാസ് ബിഹേവ്ഡ്, ഹി ഹാസ്. അപ്പം നെവർ ഇങ്ങനെ മുൻപിൽ വന്നതുകൊണ്ടാണ് എന്ത് വന്നത്, അപ്പം അവിടെ ബിഫോർ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാ മീനിങ് കിട്ടാൻ വേണ്ടിയില്ല, മുൻപ് എന്നുള്ളത്. അപ്പോൾ ആ നെവർ മുൻപിൽ കൊടുത്തത് കൊണ്ടാണ് അത് ഇൻവേർട്ടഡ് ആയി കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയാണ് ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ
ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.